ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് പുതിയ തലമുറ കൂത്തുപറമ്പിനെ കുറിച്ചുള്ള ഏക ലിങ്കായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ DGP ആയതോടുകൂടി കൂത്തുപറമ്പ് വെടിവെപ്പ് അത് വീണ്ടും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിലുള്ളവർക്ക് എന്താണെന്ന് കൂത്തുപറമ്പിൽ സംഭവിച്ചതെന്ന് വലിയ ധാരണയുണ്ടാകില്ല. വാസ്തവത്തിൽ എന്താ അവിടെ ഉണ്ടായതാണ്? കൂത്തുപറമ്പിലേക്ക് സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MV രാഘവൻ വരുന്നു എന്നാണ് വാർത്തയുണ്ടായത്. ഈ വാർത്ത വന്ന സമയത്ത് MV രാഘവനെ തടയാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. അന്ന് പിണറായി വിജയനുണ്ട്, കോടിയേരി ബാലകൃഷ്ണനുണ്ട്, MV ജയരാജനുണ്ട്, മൊത്തം 3 ജയരാജന്മാർ അക്കാര്യത്തിലുണ്ട്. അവരെല്ലാവരും കൂടി തീരുമാനിച്ചത്. ഞാൻ മനസ്സിലാക്കുന്ന 1-2 ദിവസം മുമ്പ് രവിദാസ് ചന്ദ്രശേഖരോട് ചാർജ് എടുത്തത്. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഈ പറയുന്ന മറ്റേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നവരുമായിട്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളാരും ഈ ഇതിനകത്ത് മുൻപന്തിയിൽ നിൽക്കരുതെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അതിപ്പോൾ ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ടത്. ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്, MV ജയരാജനെ വിളിച്ച് രവിദാസ് ചന്ദ്രശേഖർ പറഞ്ഞു നിങ്ങളവിടെ സൈഡിൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അതനുസരിച്ചു. ആകെ അനുസരിക്കാതെ വന്നു എന്നുള്ളത് അറിയാത്തവരാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ സ്ഥലത്തും അവർക്ക് നിരവധി ചാവേറുകൾ അവർക്കുണ്ട്. ഈ പറയുന്ന ചാവേറുകളായിരിക്കുന്ന ആളുകൾ കൂത്തുപറമ്പിലേക്ക് അവരുടെ പ്രകടനം സംഘടിപ്പിച്ച് ആ പ്രകടനത്തിൽ MV രാഘവനെതിരായിട്ട് പരിപാടി നടത്തുന്നു, അവർ പോലീസ് വെടിവെക്കുന്നു എന്നുള്ളതാണ്. രാഘവൻ പഴയ കമ്മ്യൂണിസ്റ്റാണ്. ഈ പറയുന്ന എല്ലാ ഗുണ്ടായുസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നടത്തി ആ കാലത്ത് തന്നെ പോലീസിനെതിരായിക്കൊണ്ട് കുമാരസ്വാമിക്ക് അവിടെ DIG ആയിരുന്നു. അവിടെ ആ DIG ആയിരുന്ന സമയത്ത് കുമാരസ്വാമി രാഘവനോട് ചേർന്ന് നടത്തിയിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന നിഷ്ഠൂരമായിരിക്കുന്ന നിരവധി സംഭവവികാസങ്ങളവിടെ തലശ്ശേരിയിലും കണ്ണൂരൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രാഘവനെ സംബന്ധിച്ച് അറിയാം, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവം അറിയാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ വേറെ ഗുണമുള്ളത് ഈ പറയുന്ന സമരത്തിലേക്ക് അതിൻ്റെ അനുയായികളെ തള്ളിവിട്ടാൽ നേതാക്കന്മാരാരും സമരത്തിലുണ്ടാവില്ല. കൂത്തുപറമ്പിൽ അങ്ങനെയാണ് സംഭവിച്ചത്. കൂത്തുപറമ്പിൽ 5 പേര് മരിച്ചു, ചീമേനിയിൽ മരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മരിച്ച ഒരു സ്ഥലത്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതൃസ്ഥാനത്തുള്ള ഒരാളെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ചരിത്രം പറയുന്നത്. അത് അവിടെ മാത്രമല്ല, അവർ നടത്തിയുള്ള കരിവള്ളൂരിലെ സമരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നേ? അവർ നടത്തിയുള്ള പുന്നപ്ര വയലാറ് സമരത്തിൽ ആരുണ്ടായിരുന്നേ? വയലാറിലെ സമരത്തിൽ ആരുണ്ടായിരുന്നേ? ഈ പറയുന്ന സ്ഥലത്തൊക്കെ അവർ സമരങ്ങൾ സംഘടിപ്പിക്കുകയും സാധാരണ പ്രവർത്തകന്മാരെ അവർ വേഷം കെട്ടിച്ച് അവർ സമരത്തിലേക്ക് അയക്കുകയും അവരെ കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കൂത്തുപറമ്പിലെ കൊലപാതകം, കൂത്തുപറമ്പിൽ നടക്കുന്ന വെടിവെപ്പ്, അതിനകത്ത് 5 പേര് ആദ്യം മരിക്കുകയും ഒരാളവിടെ ആജീവനാന്തമായിട്ട് പാരാലിസിസ്റ്റായി. അതാണ് ഈ പറയുന്ന പുഷ്പൻ എന്ന് പറയുന്ന ആള്. ഈ പുഷ്പൻ്റെ കഥ ഞാൻ കേട്ടിട്ടുള്ള പുഷ്പൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അല്ല. പുഷ്പൻ എന്ന കോയമ്പത്തൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ പലരെയും ഇവരിതുപോലെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ വിളിച്ചു വരുത്തിയിരിക്കുന്ന ആളുകൾ സമരത്തിന് കൂടെ അവരങ്ങ് നടക്കും. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച സംഗതികൾ കൊടുക്കും, അവർ അതിൻ്റെ കൂടെ നിൽക്കുന്നു. അതിനുശേഷം അയാളെ വെടിവെക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരാൾ കിടക്കുന്ന ഒരാൾ 8 വർഷങ്ങളോളം ഒരാൾ കിടക്കുന്ന ഒരാളെ കാണാനായിട്ട് ആരെങ്കിലും വരുന്ന സമയത്ത് ഇവരവിടെ വിളിക്കുന്നൊരു പാട്ടാണ്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. ഇങ്ങനെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രോഗിയുടെ അവസ്ഥ എന്താണ്? ഇവർക്ക് നൃത്തം ചെയ്യാനുള്ള സ്ഥലമാണോ ഇത്? ഒരാൾ രോഗിയായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരാൾ ഒരു ശ്വാസം മാത്രം ഭക്ഷണമാക്കി കഴിച്ചുകൊണ്ട് കിടക്കുന്ന പുഷ്പനെ പോലുള്ള ഒരാൾ, ഈ പറയുന്ന ആളുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അയാൾക്കൊരു സ്വസ്ഥത പോലും കൊടുക്കാതെ കണ്ട് ഈ തരത്തിൽപ്പെട്ട ചില ആളുകൾ പ്രാകൃതമായിട്ടുള്ള ചില ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ പുഷ്പൻ എന്ന് പറയുന്ന പുഷ്പൻ ഇവരുന്ന് വ്യക്തമാക്കട്ടെ, പുഷ്പൻ എവിടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നത്? പുഷ്പൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ? അതിപ്പോൾ പഴയ കാലത്ത് നമ്മുടെ പിണറായി വിജയനൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ടായിരുന്നു UK കുഞ്ഞിരാമൻ്റെ കഥ. 1971 അവിടെ നടന്നിരുന്ന മുസ്ലിം ഹൈന്ദവ സംഘർഷമ സമയത്ത് ഏകദേശം 30ഓളം പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അതിനകത്ത് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഈ പറയുന്ന കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആള് അവിടെ കുഞ്ഞിരാമനെ മറ്റേ നമ്മുടെ ഇത് പള്ളികൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ RSSകാർ കൊലപ്പെടുത്തിയെന്ന നമ്മുടെ പിണറായി വിജയനൊക്കെ എഴുതി വെച്ചത്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ പറയുന്ന കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആള് കൂത്തുപറമ്പിലുള്ള കള്ള് ഷാപ്പില് കുടിച്ചതിൻ്റെ കള്ളിൻ്റെ പണം കൊടുത്തില്ല ഇയാള്. ആ പണം കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇയാളുടെ സഹസഖാവായിരിക്കുന്ന ആൾ ഇയാളെ കുത്തിക്കൊല്ലുകയാണ് അവിടെ വെച്ചിട്ട്. ആ സംഭവം നടന്നത് 1972 ജൂൺ മാസം 3-ാം തീയതിയാണ്. 71 അവസാനത്തിലാണ് കലാപം നടക്കുന്നത്. ഈ കലാപം നടന്നു കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ സത്യത്തിൽ കുഞ്ഞിരാമൻ മരിക്കുന്ന സമയത്ത് കുഞ്ഞിരാമൻ ഒരു സഖാവല്ല.
കുഞ്ഞിരാമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയെ സംരക്ഷിക്കാൻ പോയിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. PT തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള ആള് കേരളത്തിൻ്റെ അസംബ്ലിയിൽ അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. കാരണം പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട സമയത്ത് അന്ന് വളരെ പിണറായി വിജയൻ്റെ അക്ഷരം മിണ്ടിയില്ല. ഇന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത 1972 ജനുവരി മാസം 3-ാം തീയതി ഉണ്ടായ സംഭവത്തിൽ പിന്നെ അസംബ്ലി കൂടുന്നത് മാർച്ച് മാസം 2 മാസം കഴിഞ്ഞിട്ടാണ്. ഈ വിഷയം അവിടുത്തെ MLA ഉന്നയിക്കേണ്ടതല്ലേ? ഇയാൾ മാർക്സിസ്റ്റ് ആയിരുന്നുവെങ്കിൽ, ഇയാൾ കുഞ്ഞിരാമൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഈ വിഷയം ഉന്നയിക്കണമായിരുന്നു. ഉന്നയിച്ചോ? ഇല്ല എന്ന് മാത്രമല്ല, അത് MV രാഘവൻ്റെ നീണ്ട പ്രസംഗം ഉണ്ടായിരുന്നു ആ സമയത്ത് അസംബ്ലിയിൽ. ആ പ്രസംഗത്തിൻ്റെ മധ്യേ ഞങ്ങളുടെ ധീരനായിട്ടുള്ള കുഞ്ഞിരാമൻ എന്നൊക്കെ പറഞ്ഞു. കാരണം കള്ളുപിടിച്ചവരൊക്കെ പുള്ളിക്ക് ധീരന്മാരാ. അങ്ങനെ കള്ളുപിടിച്ച് പണം കൊടുക്കാണ്ട് ആളുകളിൽ നിന്ന് കുത്തേറ്റ് മരിക്കുന്നവരൊക്കെ ധീരന്മാരായിട്ട് ധരിക്കുന്നൊരു സ്വഭാവമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പുഷ്പന് സമാനമായിട്ടുള്ള രീതിയിലാണ്. പുഷ്പൻ്റെ ഒരു ത്യാഗത്തിൻ്റെ കഥയില്ല. പുഷ്പൻ എന്ന് പറയുന്ന ആളെ ചതിച്ച് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന് കൊലയ്ക്ക് കൊടുത്തതിൻ്റെ ചരിത്രമാണുള്ളത്. നമ്മുടെ മൂവാറ്റുപുഴയിലെ ജോസ് മാഷിൻ്റെ കേസ് എങ്ങനെയാണ്? കാരണം MAV പറഞ്ഞല്ലോ, രൂപത എന്ന് പറഞ്ഞാൽ രൂപത എന്നാണ്, അത് രൂപത എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം താന്നാണ്. ഇതൊക്കെ കേട്ട് വിശ്വസിച്ചില്ല ജോസ് മാഷ് ക്രിസ്ത്യാനിക്കെതിരായിട്ട് എഴുതിയ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതിനെതിരായിട്ട് അദ്ദേഹം മുസ്ലിം സംവിധാനം ഇതിനെതിരെ PT കുഞ്ഞുമ്മൻ്റെ പുസ്തകത്തെ, ആ PT കുഞ്ഞുമ്മ എന്ന് പറയുന്നിട്ട് ഇസ്ലാമിക മത സംവിധാനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഗുരുവായൂർ MLA ആണ്, സിനിമക്കാരനൊക്കെയാണ്. ടിയാൻ്റെ പുസ്തകത്തെ അധികരിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത്. അതിൻ്റെ പേരിൽ അവസാനം ജോസ് മോഷന് കൈപോയി, അതിന് ഫലം ഉണ്ടായത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രസ്ഥാനത്ത് വിശ്വസിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവർ ജീവിതം നഷ്ടപ്പെട്ടതിൻ്റെ നൂറുകണക്കിന് കഥകളാണ്, അനുഭവങ്ങളാണ് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഭൂപടത്തിലുള്ളത്. അപ്പോൾ അതിലൊന്നു മാത്രമാണ് കൂത്തുപറമ്പ്. അപ്പോൾ അതുകൊണ്ട് കൂത്തുപറമ്പിൽ അവിടെ ജീവൻ നഷ്ടപ്പെട്ട 5+1 എന്ന് പറയുന്ന 6-നെ കുറിച്ചിട്ട് ഇന്നലെ ഗോവിന്ദ മാഷിന് വേവലാതി ഉണ്ടായിരുന്നു. ആകെ വേവലാതി കാണിച്ചത് P ജയരാജൻ മാത്രമാണ്. MV ജയരാജന് വല്ല വേവലാതി ഉണ്ടായിരുന്നോ? പിണറായി വിജയന് വല്ല വേവലാതി ഉണ്ട്? പിണറായി വിജയൻ പറഞ്ഞത് കൂട്ടത്തിൽ ഏറ്റവും മെച്ചം ഇയാളാന്നാണ് പറഞ്ഞത്. കൂട്ടത്തിൽ മെച്ചം എന്നുള്ള പദപ്രയോഗമാണ് നടത്തിയത്. അങ്ങനെയൊക്കെയാണ് ഒരു DGP തിരഞ്ഞെടുക്കുക? ഒരു സത്യസന്ധമായിട്ടുള്ള സമീപനം വേണ്ടേ? അപ്പോൾ ഇവർ കൊലയ്ക്ക് കൊടുത്ത കൂത്തുപറമ്പിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് കൊലയ്ക്ക് കൊടുത്തതാണ് കൂത്തുപറമ്പിലുള്ള ആളുകളെ. അപ്പോൾ അതിനകത്ത് അവർക്ക് യാതൊരു വേവലാതി ഉണ്ടാവില്ല. അവർ ഇദ്ദേഹത്തെ മാത്രമല്ല, ജീവിച്ചിരുന്നുവെങ്കിൽ അവർ ജയറാം പഠിക്കലിനെ തന്നെ DGP ആക്കാൻ പഠിക്കുന്നവരല്ല മാർക്സിസ്റ്റുകാരെന്നാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തി എന്ന ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ഈ റവഡ ചന്ദ്രശേഖറിന് DGP ആകാനായിട്ടുള്ള യോഗ്യത ഇല്ല എന്നാണോ? അതായത് ഈ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരാൾ, ഇപ്പോൾ ഈ അജിത് കുമാറിനെ അടക്കം ആ പട്ടികയിൽ പരിഗണിച്ചിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരാളെ DGP ആക്കി, അല്ലാണ്ട് ഇതിൽ ഈ വെടിവെപ്പ് നടത്തിയതിൻ്റെ പേരിൽ അയാൾക്കൊരു കുറവ് കൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് ആക്കുക. അങ്ങനെ രവത ചന്ദ്രശേഖർ കൂടെ നിന്നിട്ടില്ല. രവത ചന്ദ്രശേഖർ സത്യസന്ധനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള പേരെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെയാണത്. അപ്പോൾ അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ഈ അജിത് കുമാർ ആ ലിസ്റ്റിനകത്ത് 3 പേരിൽ വരുന്നില്ല കേട്ടോ. അജിത് കുമാർ വരുന്നില്ല, വേറെ ഗുപ്തയും വേറെ 2 പേരൊക്കെ വരുന്നത്. അപ്പോൾ ഈ വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്തവരാണെന്ന് പിണറായി വിജയന് തോന്നിയ സമയത്ത്, അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാണെന്ന് എനിക്കറിയില്ല, പിണറായി വിജയന് ചേരാത്തവരാണെന്ന് അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് അദ്ദേഹം ആ 2 പേരുകൾ മാറ്റിവെച്ചിട്ട് റവത ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തു. എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കൂത്തുപറമ്പ് സമരം അവിചാരിതമായിട്ട് സംഭവിച്ചതല്ല എന്ന് അവർക്കറിയാം. കാരണം ഈ പറയുന്ന കൂത്തുപറമ്പിൽ നടന്ന സമരത്തിൽ അവരുടെ പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള പങ്ക് അവർക്കറിയാം. അവർക്കതിനകത്ത് ഈ 5 പേര് മരിച്ചതിൽ യാതൊരു ദുഃഖം പാർട്ടിയെ സംബന്ധിച്ചില്ല. 6ാമത്തെ ആൾ മരിച്ചതിൽ, പുഷ്പം മരിച്ചതിൽ അവർക്ക് യാതൊരു വേദനയില്ല. കാരണം പുഷ്പൻ ജീവിച്ചിരിക്കുന്നതായിരുന്നു ഇവർക്ക് നേട്ടം. അങ്ങനെയായിരുന്നെങ്കിൽ പുഷ്പൻ്റെ ഈ മൃതപ്രായമായിരിക്കുന്ന ശരീരം വച്ചുകൊണ്ട് കേരളത്തിൽ മുഴുവൻ വേണ്ടി വന്നാൽ യാത്ര ചെയ്ത് അതിൻ്റെ ഓഡിയോ വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് അതിൻ്റെ പ്രചരണം നടത്തിക്കൊണ്ട് പാർട്ടി വോട്ട് പിടിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിയേനെ. അതിൻ്റെ അവസരമാണ് ഇദ്ദേഹത്തിൻ്റെ പുഷ്പൻ്റെ മരണം കൊണ്ട് അവർക്ക് സംഭവിച്ചത്. ഈ 5 പേരുടെ മരണം അവർക്ക് കിട്ടിയിട്ടില്ല. ഈ സാധാരണ മാർക്സിസ്റ്റുകാരന് രക്തസാക്ഷികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചക്കപ്പഴം കണ്ടുള്ള ഈച്ചയുടെ സ്വഭാവമാണ്. ഈച്ച ചക്കപ്പഴം കണ്ട അതിൻ്റെ അടുത്ത് കൂടും. അതേപോലെ തന്നെ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ ഈ മരിച്ച മൃതദേഹത്തെ സ്വന്തമായിട്ടുള്ള രക്തസാക്ഷിയാക്കാൻ സാധിക്കുമെന്നുള്ള ശ്രമം നടത്തുന്നവരാണ് മാർക്സിസ്റ്റുകാർ. അവിടെയാണ് പിണറായി വിജയൻ്റെ ചെറിയ വ്യത്യാസം. പിണറായി വിജയൻ പറഞ്ഞ് അതൊക്കെ പഴയ കഥകളാണ്, അതുകൊണ്ട് അത് മാറ്റിവെക്കുക.
എന്ന് മാത്രം നമ്മളൊക്കെ എല്ലാവരും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ രവീന്ദ്ര ചന്ദ്രശേഖരനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. അത് ഗോവിന്ദ മാഷ് മനസ്സിലായി. അതുകൊണ്ടാണ് മാഷ പ്രസ്താവന ഇറക്കിയത്. അത് MV ജയരാജന് മനസ്സിലായി. അതുകൊണ്ടാണ് അയാളെ പ്രസ്താവന ഇറക്കിയത്. മറിച്ച് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നല്ല ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ് പി ജയരാജൻ. കാരണം പി ജയരാജൻ ഇന്ന് പടിക്ക് പുറത്താണ്. അവിടെ ആ പടിക്ക് CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ കോലായിൽ അവിടെ കയറി ഇരിക്കുന്ന ഒരാളാണ് പി ജയരാജൻ എന്ന് പറയുന്ന ആള്. അങ്ങനെ ജയരാജന് അതിനകത്ത് ഒരു സ്ഥാനമില്ലപ്പാ. ജയരാജനും അതിനകത്ത് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണല്ലോ അന്ന് കൂത്തുപറമ്പിൽ രവീന്ദ്ര ചന്ദ്രശേഖർ പറഞ്ഞ സമയത്ത് MV ജയരാജൻ മാറി നിന്നു. എല്ലാ ജയരാജന്മാരും മാറി എന്ന് പറഞ്ഞത് MV ഗോവിന്ദ മാഷാണ്, പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ സാധാരണക്കാരൊഴിച്ചുള്ള പാർട്ടി നേതൃത്വത്തിന് മുഴുവൻ ഇത്തരമൊരു വെടിവെപ്പുണ്ടാകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള നേരത്തെ പാർട്ടി അറിഞ്ഞിട്ടുള്ളൊരു വെടിവെപ്പ് നടത്തിയിട്ടുള്ള രവീന്ദ്ര ചന്ദ്രശേഖരൻ്റെ പേരിൽ എന്ത് കുറ്റമാണ് ആരോപിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ രവീന്ദ്ര ചന്ദ്രശേഖരൻ നടത്തിയത് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള നിലപാടാണെന്നുള്ളത് പിണറായി വിജയൻ അടിവരയിട്ട് പറയുന്നു എന്നുള്ളതാണ് തമ്മിൽ ഭേദം എന്നുള്ള വാക്കിൻ്റെ വ്യക്തമായുള്ള അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.